ഇത്തരം ക്ലാസ്സുകളാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിവിധി. വൈകാരികമായിട്ട് മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളും അങ്ങനെയാണ്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപ്പം ആത്മഹത്യയിലേക്ക് പോവുകയാണ്. എടുത്തിയാണ് എന്താ ഈ പ്രശ്നം എന്ന് വെച്ചാല്, ഈ അച്ഛനും അമ്മയും നമ്മളെ പോലെ കുട്ടികളായി മുതിർന്നവരാണ്. ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് അവർ ജീവിച്ചിട്ടില്ല. നമ്മളെല്ലാം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ പഠിക്കുന്നത് പേരൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പേരൻസിന് വേണ്ടിയിട്ടാണ്. പേരൻസിനോടുള്ള ദേഷ്യത്തിൽ സാധാരണ കുട്ടികൾ പഠിക്കില്ല, പരീക്ഷ എഴുതില്ല, ഭക്ഷണം കഴിക്കില്ല. അവനവനെ വേണ്ടി ജീവിക്കാൻ പഠിപ്പിക്കണം. അതാണ് ആദ്യം വേണ്ടത്. ഈ അച്ഛനും അമ്മയും അവനവന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യാ ഭീഷണിയൊക്കെ. അത് അത്ര മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, വലിയ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ചെയ്യുന്നതാണ് എങ്കിൽ, അതായത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് മാത്രമേ അതിന് ഓർമ്മയുള്ളൂ. കൃത്യമായിട്ട് ചിന്താ പദ്ധതികൾ രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടം. അഡോൾസന്റ് ഏജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചിന്തിക്കാനും വിവേചിച്ചറിയാനും കഴിയുന്ന ഒരു കാലഘട്ടമായി